സുഭാഷിതം. ഒരിക്കൽ സന്ധ്യയായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. അങ്ങനെ അവർ ഒരു പടകിൽ യാത്ര പുറപ്പെട്ടു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ യാത്രയുടെ വിവരണങ്ങൾ എഴുതിയിരിക്കുന്നത്. അവിടെ ഏത് കടലിൽ കൂടിയാണ് അവർ യാത്ര ചെയ്തതെന്ന് എഴുതിയിട്ടില്ല എങ്കിലും ഗലീല കടലിലാണ് അവർ യാത്ര ചെയ്തിരുന്നതാണ് വേദപണ്ഡിതാക്കന്മാരുടെ അഭിപ്രായം. ഗലീല കടൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 680 അടി താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു. തന്നെയുമല്ല, ഈ കടലിന് ചുറ്റും മലകളുണ്ട്. അപ്രതീക്ഷിതമായി വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നത് ഗലീല കടലിൽ സർവ്വസാധാരണമാണ്. മത്സ്യത്തൊഴിലാളികളായ ശിഷ്യന്മാർക്ക് ഇത് പരിചയമുള്ളതാണെങ്കിലും അവരുടെ യാത്രയിലുണ്ടായ ചുഴലിക്കാറ്റിൽ അവർ ഭയപ്പെട്ടു പോയി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി എന്ന് എഴുതിയിരിക്കുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. യേശുവിനെ ഉണർത്തിയിട്ട് ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. യേശു ശിഷ്യന്മാരോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. അത് 40-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. But he said to them, why are you so fearful? How is it that you have no faith? യേശുവാണ് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞത്. അക്കരെ അവരെ കൊണ്ടെത്തിക്കുവാൻ ശക്തനാണ് യേശു എന്നുള്ളത് അവർ മറന്നു. പെട്ടെന്നൊരു ചിന്തയുണ്ടായി, അവർ നശിച്ചു പോകുമെന്ന്. വിശ്വാസമില്ലാത്തതുകൊണ്ട് ഭയമുണ്ടായി. കാരണം ചുഴലിക്കാറ്റ് അത്ര ഭയങ്കരമായിരുന്നു. തന്നെയുമല്ല, പടക് മുങ്ങുമാറുമായി. യേശുവോ ഉറങ്ങുകയുമാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മുടെ ജീവിത പടകുകൾ മുങ്ങുമാറാകുന്ന അവസ്ഥ, അതിനോടൊപ്പം ചുഴലിക്കാറ്റിൻ്റെ ശക്തി. വിശ്വാസവും ഭയവും പരസ്പര വിരുദ്ധമാണ്. നാം ഭയപ്പെടേണ്ടതില്ല, കാരണം കർത്താവ് അങ്ങനെ പറഞ്ഞു. യേശുവിൽ വിശ്വസിച്ചാണല്ലോ നാം വിശ്വാസ ജീവിതം ആരംഭിച്ചത്. യേശുവിലുള്ള വിശ്വാസം കുറയുമ്പോൾ ഭയം വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഭയം കുറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു എന്നാണ്. പടകിൽ കർത്താവ് ഉണ്ടായിരുന്നു. കർത്താവിനെ ഒന്ന് ഉണർത്തുക മാത്രം നാം ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സജീവമായിരിക്കട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ് പലപ്പോഴും കൊടുങ്കാറ്റടിക്കാൻ ആരംഭിക്കുമ്പോൾ കർത്താവ് കൂടെ ഉണ്ടോ എന്നൊരു സംശയമുണ്ടാകുന്നു. ചുഴലിക്കാറ്റിൻ്റെ ആരംഭത്തിൽ തന്നെ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെന്ന് അറിയുന്നത് എത്ര ആശ്വാസകരമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തെല്ലാം വന്നാലും, ഏത് പ്രതികൂലക്കാറ്റടിച്ചാലും കർത്താവ് ഈ കൊടുങ്കാറ്റിനെ ശാസിക്കുകയും കടലിനെ ശാന്തമാക്കും എന്നുള്ള വിശ്വാസം, ആ വിശ്വാസം വർദ്ധിക്കുമ്പോൾ ഭയം താനേ ഓടിപ്പോകും. യഹോവ അരുളി ചെയ്തിരിക്കുന്നത് കേൾക്കൂ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. 1 യോഹന്നാൻ 5:4-5 വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? God bless you all with these words. Santa